അയ്യോ, ഈ 12 വാർഡ് സൈഡിലോട്ട് ഗാർഡനിലേക്ക് വരാൻ പറ. ഗാർഡൻ സിസ്റ്റത്തിന്റെ കുഴപ്പമെന്ന ആരോഗ്യമന്ത്രിയുടെ ഒഴുക്കൻ മറുപടി കൊണ്ട് തടയാനാകില്ല കോട്ടയം മെഡിക്കൽ കോളേജിലെ ഗുരുതര വീഴ്ച. അപകടത്തെ നിസ്സാരവൽക്കരിച്ച വീണ ജോർജിനും VN വാസവനും എതിരെ തിരിയുന്ന പ്രതിപക്ഷം ഡോക്ടർമാരെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നുവെന്നും ആരോപിക്കുന്നു. കഷ്ടല്ലേ, ഇത്രയും നന്നായി വിദ്യാഭ്യാസമുള്ള നല്ല മികവ് തെളിയിച്ച ഇന്ത്യയിൽ തന്നെ ആദരിക്കപ്പെടുന്ന ഡോക്ടർമാരായി എലിവേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളെ ഇങ്ങനെ ഇതിനകത്ത് ഒരു ബലിയാടാക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ? രക്ഷാപ്രവർത്തനം വൈകിയതിലെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മന്ത്രിയെ രക്ഷിക്കാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തന്നെ നേരിട്ടിറങ്ങിയിരുന്നു. ഞാനാണ് പറഞ്ഞ ആരും കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു കുട്ടിയുടെ അമ്മയെ മിസ് ചെയ്യുന്നു എന്നുള്ള ഒരു സംശയം വന്നു. അത് നമ്മൾ പെട്ടെന്ന് അന്വേഷിച്ചപ്പോൾ തന്നെ അത് കാഷ്വാലിറ്റിയിൽ അമ്മയെ കണ്ടെത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു ഇൻഫർമേഷൻ സൂപ്രണ്ട് എന്നുള്ള നിലയിൽ ഞാൻ മിനിസ്റ്റർക്ക് കൈമാറിയതും മിനിസ്റ്റർ അത് പറഞ്ഞതും. സൂപ്രണ്ടിനെ പ്രശംസിച്ച് മന്ത്രി VN വാസവൻ രംഗത്ത് വന്നു. 10 ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയ ഒരു തൊറാസിക് സർജനുള്ള സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ, അദ്ദേഹം നിസ്വാർത്ഥമായി ഇന്ന് രാവും പകലും എന്നൊരു ജോലി ചെയ്തിട്ട് ഒരു രൂപ ആരോടും പ്രതിഫലം വാങ്ങാതെ കയ്യിൽ നിന്ന് പണം മുടക്കി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഈ സൂപ്രണ്ട്. അത്രത്തോളം സാധ്യനും സത്യസന്ധനും ആത്മാർത്ഥയോട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് അദ്ദേഹം. ഈ കാര്യങ്ങളെല്ലാം ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. 2013 ബലക്ഷയം കണ്ടെത്തിയ കെട്ടിടം ഉപയോഗിക്കുന്നേയില്ലെന്ന മന്ത്രിമാരുടെ വാദം ഇന്നലെ തന്നെ പൊളിഞ്ഞു. 10, 14, 11 വാർഡുകളിലായി ജനറൽ മെഡിസിൻ, ഓർത്തോ, സർജറി, ന്യൂറോളജി വിഭാഗങ്ങൾ പ്രവർത്തിച്ചിരുന്നു. 2ാം നിലയിൽ 14ാം വാർഡിന്റെ ടോയ്ലറ്റ് ഭാഗമാണ് പൊളിഞ്ഞത്. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ കാലപ്പഴക്കം മൂലം ബലക്ഷയം സംഭവിച്ച കെട്ടിടങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നതിൽ സർക്കാരിനാണ് ഉത്തരവാദിത്വം. നിർമ്മാണങ്ങളിലെ കാലതാമസവും പൂർത്തീകരിച്ച കെട്ടിടങ്ങൾ തുറന്നുകൊടുക്കാത്തതും കേവലം സിസ്റ്റത്തിന്റെ പ്രശ്നമായി കണക്കാക്കാനുമാകില്ല. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.